െങ്കിലും വേണ്ടി വാശി പിടിക്കുകയോ ആരെയും വെക്കരുതെന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെയൊന്നും അത്ര ഇതായിട്ട് കാണല്ലേ, അത്ര മോശമായിട്ട് കാണല്ലേ. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നേതൃത്വം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനുണ്ട്. അതില്ല, മുതിർന്ന പാർട്ടി നേതാക്കളുമായിട്ട് എല്ലാവരായിട്ടും ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനവും ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെയും അംഗീകാരം വാങ്ങിച്ചു തരേണ്ട ആൾ കൂടിയാണ് അദ്ദേഹം വഴിയാണ് ഈ പേപ്പറെല്ലാം, ഈ അപ്രൂവലിന് വേണ്ടിയുള്ള പേപ്പറെല്ലാം പോകുന്നത്. അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കോൺഗ്രസിൽ നടന്നില്ല. നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ കുറച്ച് ആളുകൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറേ നാളുകളായിട്ട് ഏതാണ്ട് ശത്രുക്കളെ പോലെയുള്ള ആളുകളായിട്ടാണ് ഞങ്ങളൊക്കെ പെരുമാറിയത്. ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സംഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒരേ കോളേജിൽ പഠിച്ച് ഒരേ സൗഹൃദം പങ്കിട്ട് ഞങ്ങളെ AK ആന്റണി മന്ത്രിസഭ ഉള്ള കാലത്ത് ഞങ്ങളെ കാണുമ്പോൾ തന്നെ AK ആന്റണി പറയും, വലിയ കൂട്ടുകാർ വരുന്നെന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളുകളല്ല. ഒരുമിച്ച് യാത്ര ചെയ്യുന്നുള്ളതിന് ഒരു ഇത് വേണ്ടേ, ഒരു ബന്ധം വേണ്ടേ ഒരുമിച്ച് യാത്ര ചെയ്യാൻ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്താൽ രണ്ടാമത് ആരെങ്കിലും പോവുമോ? അത്രയും ആത്മബന്ധം ഞങ്ങളെല്ലാവരും തമ്മിൽ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലാണ് പല അവസരങ്ങളും പല രീതിയിലും പല തരത്തിലും വരും. അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയിലും ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും ഇരുന്ന് കോൺഗ്രസിൻ്റെ അകത്ത് ഇന്ന് ഒരാൾക്ക് ആകാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുള്ളൂ. കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിസഭാ രൂപീകരണം, അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയത്തിൻ്റെ അകത്തില്ല. അദ്ദേഹം പറയുന്നത് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കും അതായിരിക്കും കറക്റ്റ് എന്ന് പറയും. എനിക്കെന്തെങ്കിലും തെറ്റിയാൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് ആർക്കെങ്കിലും വേണ്ടി വാശി പിടിക്കുകയോ ആരെയും വെക്കരുതെന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെയൊന്നും അത്ര ഇതായിട്ട് കാണല്ലേ, അത്ര മോശമായിട്ട് കാണല്ലേ. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നേതൃത്വം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. നല്ല കൂടിയാലോചനകൾ. നിങ്ങളൊന്നും വിചാരിച്ചില്ലല്ലോ ഈ തിങ്കളാഴ്ച ഈ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്. എത്ര വേഗത്തിലാണ് UDFലെ ചർച്ചകൾ നടക്കുന്നത്, എത്ര വേഗത്തിലാണ് കോൺഗ്രസിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. നാളെ ഉച്ച കഴിയുമ്പോഴേക്കും ഗവർണർക്ക് കൊണ്ടുപോയി ലിസ്റ്റ് സമർപ്പിക്കും. CPMന് പോലും പറ്റിയിട്ടില്ല, കേരളത്തിൽ പറ്റിയിട്ടില്ല, ഇല്ല. അതാണ്. അപ്പോൾ ഇനി അതിൽ നിന്നൊക്കെ ഫോക്കസ് മാറ്റി നിങ്ങൾ കേരളത്തെക്കുറിച്ചൊരു ഫോക്കസ് ആക്കി, കേരളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, വിവിധ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഫോക്കസ് ആക്കി. ഇതിലൊന്നും ഇനി ഒരു റെലവൻസും ഇല്ല. ഞാൻ പറഞ്ഞത് അഭിമാനമാണ് എനിക്കുള്ളത്. ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് നടന്ന പാർട്ടിയാണ്.